നമസ്കാരം. നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ തകരുന്നു. രാഹുൽ ഗാന്ധിക്ക് മുന്നേറ്റം സംഭവിക്കുന്നു. സർവേ ഫലങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്ക് ജനപ്രീതി ഉണ്ടെന്ന് പറയുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ദക്ഷിണേന്ത്യയിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പേരാണ് എന്നൊക്കെ നമ്മൾ സർവേകളിൽ നിന്ന് വ്യക്തമായതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മോദിയെ താഴെത്തട്ടിലേക്ക് തള്ളിവിട്ടത്? അതിൻ്റെ കാരണങ്ങൾ എന്താണ്? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ കുതിപ്പിന് കാരണമായത് എന്തൊക്കെയാണ്? ആ കാരണങ്ങളൊക്കെ വന്നിട്ടുള്ളത് നരേന്ദ്രമോദിയിൽ നിന്നാണ്. അതിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് വാഗ്ദാനങ്ങൾ ലംഘിക്കുക എന്നുള്ളതാണ്. ആദ്യ കാരണം അത് തന്നെയാണ്. അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പറഞ്ഞ വാഗ്ദാനങ്ങളിൽ പലതും പാലിച്ചിട്ടില്ല. അതായത് പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം വാഗ്ദാനങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ട് പോലുമില്ല എന്ന് വരെ കേന്ദ്രമന്ത്രിമാർ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. നോട്ട് നിരോധനം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു വിഷയം. അത് കഴിഞ്ഞ് മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത് കാശ്മീരിലെ പ്രശ്നമാണ്. അതായത് അധികാരത്തിലേറിയാൽ ഉടൻ തന്നെ കശ്മീരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്നും, പക്ഷെ ഇപ്പോഴെന്താണ് കശ്മീരിലെ പ്രശ്നം? 1990കളിലെ ഒരവസ്ഥ തന്നെയാണ് ഇപ്പോഴും കശ്മീരിലുള്ളത്. അവിടെ യാതൊരു കാര്യത്തിലും ഇപ്പോൾ കുറവ് സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സർജിക്കൽ സ്ട്രൈക്ക്. ഈ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായിട്ട് പോലും അതിർത്തികളിൽ ജവാന്മാർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങളിൽ പെട്ടതായിരുന്നു. എന്നാൽ ഇതൊന്നും നടപ്പാക്കാത്ത ഒരു അവസ്ഥ. ഇനി രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കർഷകരുടെ അവസ്ഥ. കർഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ വാഗ്ദാനം നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങൾ നടപ്പിൽ വരുത്താത്തത് കൊണ്ട് തന്നെ കർഷകർക്ക് വിശ്വാസമില്ലാതെയായി. ഇത് രണ്ടാമത്തെ പോയിന്റാണ്. അതായത് കർഷകരുടെ വിശ്വാസം ഏറ്റെടുക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചില്ല. പക്ഷേ ആ കർഷകരുടെ വിശ്വാസം ഏറ്റെടുക്കാൻ മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും ഒക്കെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ അത് യാഥാർത്ഥ്യമാക്കി അവർക്ക് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് നേട്ടമായി. കർഷകരുടെ വിശ്വാസം സംരക്ഷിക്കാൻ പറ്റാത്തത് രണ്ടാമത്തെ വലിയ പരാജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നുള്ളത്. മൂന്നാമത്തെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് NDAയിൽ ഐക്യമില്ല എന്നുള്ളതാണ്. അതായത് സഖ്യകക്ഷികളുമായിട്ട് ഐക്യപ്പെടാൻ സാധിക്കാത്ത ഒരവസ്ഥ. അതായത് ശിവസേന തന്നെ ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ ശിവസേന NDAയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം മഹാരാഷ്ട്രയിൽ കാണുന്നുണ്ട്. ഉദ്ധവ് താക്കറെയുമായിട്ട് അമിത്ഷാ നടത്തിയ ചർച്ചകളൊക്കെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. ഇതൊക്കെ NDAയിൽ നിന്നുള്ള മറ്റുള്ള സഖ്യകക്ഷികളൊക്കെ ബീഹാറിലെ കുശ്വയുടെ മുൻ കേന്ദ്രമന്ത്രി കുശ്വയുടെ നേതൃത്വത്തിലുള്ള ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ UPയുടെ സഖ്യകക്ഷിയായി വരുന്നുള്ള ഒരു കാര്യം നമ്മൾ കണ്ടു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് NDAയിൽ സഖ്യമില്ല, അതിനെ നിലനിർത്താൻ ഐക്യമില്ല, അതിനെ നിലനിർത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നാലാമത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കാൻ NDA സർക്കാരിന് അല്ലെങ്കിൽ BJP സർക്കാരിന് സാധിച്ചിട്ടില്ല, നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടില്ല. അതായത് യുവാക്കൾക്ക് ഒരു പ്രധാന പദവി നൽകി അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് തന്നെ യുവാക്കളെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല. യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾക്ക് അതൊക്കെ വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒതുങ്ങി. യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ BJP തയ്യാറായില്ല. അതൊക്കെ ഇപ്പോൾ തിരിച്ചടിയായി വരുന്നുണ്ട്. അതായത് നാലാമത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് യുവാക്കൾക്ക് പ്രാധാന്യം നൽകാൻ തയ്യാറായില്ല. എന്നാൽ രാഹുൽ ഗാന്ധി ഈ യുവാക്കൾക്ക് പ്രാധാന്യം നൽകുന്നതിൽ ഏറ്റവും മുന്നിട്ട് നിന്നു. സച്ചിൻ പൈലറ്റ്, അതുപോലെ തന്നെ സിന്ധ്യ ഒക്കെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ്. യുവാക്കളെ മുന്നിലോട്ട് കൊണ്ടുവന്ന് കോൺഗ്രസിനെ മുന്നിലോട്ട് നയിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ യുവാക്കൾക്ക് ഒരു പ്രതീക്ഷ കോൺഗ്രസിലേക്ക് വന്നു. പക്ഷെ BJP യുവാക്കളെ താഴെത്തട്ടിലേക്ക് എത്തിച്ചു, അവർക്കുള്ള പ്രാധാന്യം നൽകിയില്ല. ഇതൊരു വലിയ തിരിച്ചടിയായി മാറി. അഞ്ചാമത്തെ എന്ന് പറയുന്നത് ഈ പ്രസംഗം. അതായത് ഈ പ്രസംഗം നടത്തുമ്പോൾ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലൊക്കെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുക, കോൺഗ്രസിൻ്റെ ഇതിനെക്കുറിച്ച് പറയുക, അതല്ലാതെ ദേശീയ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും പറയാതെ നെഹ്റുവിനെ കുറിച്ചും നെഹ്റുവിൻ്റെ കുടുംബത്തെയും കുറിച്ച് പറയുന്ന പ്രസംഗങ്ങളുമായി മാത്രം നരേന്ദ്രമോദി മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ ഒരു കാഴ്ചപ്പാട് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് ആദ്യഘട്ടങ്ങളിൽ വലിയ ആവേശമുണ്ടാക്കിയെങ്കിലും പിന്നീട് അതൊക്കെ ആ ആവേശം ക്ഷയിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പ്രസംഗത്തിന് ആളില്ലാതെ ഇരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നടത്താൻ വേണ്ടി ഇത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വലിയ ഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടി കാരണമായി. അതായത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ അതിലെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ച മാധ്യമങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഈ പ്രസംഗ രീതികളൊക്കെ പരാജയത്തിലേക്ക് പോയി. ഈ പ്രസംഗം, അതായത് നരേന്ദ്രമോദി ശ്രദ്ധിക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം, പ്രസംഗം എഴുതി കൊടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ തൻ്റെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഈ പ്രസംഗം റെഡിയാക്കി കൊടുക്കുന്ന ആളുകളിൽ വ്യത്യാസമുണ്ടാക്കി ആ പ്രസംഗ രീതികളെ മാറ്റണമെന്നുള്ള ഒരു കാര്യം മുൻപോട്ട്
വരണമെന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഈ പ്രസംഗത്തിലെ പരാജയം അത് കോൺഗ്രസിന് അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ ഉപകാരപ്രദമായി മാറി. ആറാമത്തെ വിഷയം എന്ന് പറയുന്നത് ഉപദേശകരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മോദിയുടെ നയങ്ങളൊക്കെ പരാജയ ഘട്ടത്തിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഉപദേശകരെ തിരഞ്ഞെടുക്കലാണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു മാർഗ നിർദ്ദേശങ്ങളില്ലാതെയാണ് മോദി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ജനങ്ങളിലേക്ക് കൃത്യമായി ഇടപഴകാൻ സാധിച്ചിട്ടില്ല. ഉപദേശകരുടെ കാര്യത്തിൽ നിന്ന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് മോദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥര്, അവർക്കൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയിട്ടില്ല എന്ന ഒരു സത്യവും കൂടിയുണ്ട്. ഇതൊക്കെ രാഹുൽ ഗാന്ധിക്ക് ഈ 6 കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നേട്ടമായത്. രാഹുൽ ഗാന്ധി ഈ 6 കാര്യങ്ങളിലെ വീഴ്ചകൾ പൊതുസമൂഹങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു. ആ വീഴ്ചകളെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നു. ഇതാണ് മോദിക്ക് മുകളിൽ രാഹുൽ ഗാന്ധിയുടെ തേരോട്ടം നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.